ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പം ആ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ശശി മാമൻ്റെ ചീരകൃഷിയെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അങ്ങനെ ഇന്ന് നൈറ്റും കഴിഞ്ഞ് വന്നപ്പം ചീരയൊക്കെ ഒരുവിധം വിളവായി. അങ്ങനെ മാമനോട് ഞാൻ പറഞ്ഞു, മാമ ഇന്നെനിക്ക് കുറച്ച് ചീര വേണം. അങ്ങനെ മാമ എനിക്ക് വീട്ടിൽ ചീര കൊണ്ട് തന്നു. എന്നും നമ്മൾ കുറച്ച് മീൻ കറിയും പച്ചമീൻ കറിയും പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ അല്ലേ എന്നും നമ്മൾ കഴിക്കുന്നത്. ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കുറേ നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുമായിരുന്നു ഉണക്കക്കൊഞ്ച് ചമ്മന്തി അരച്ച് കൂട്ടണമെന്ന്. പക്ഷേ ഉണക്കക്കൊഞ്ച് തിരക്കുമ്പോൾ ഒന്നും കിട്ടാറില്ല. അങ്ങനെ ഇന്നലെ ഞാൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ അപ്പുറത്തൊരു കടയിൽ വെള്ളം വാങ്ങാനായിട്ട് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെയാണെങ്കിൽ ഉണക്കക്കൊഞ്ചിരിക്കുന്നത് കണ്ട്. അപ്പോൾ എനിക്കൊരാഗ്രഹം ഇന്നത് മേടിച്ചുകൊണ്ട് പോയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഉണക്കക്കൊഞ്ച് മേടിച്ചുകൊണ്ട് വന്ന്. അങ്ങനെ ചീരയൊക്കെ അരിഞ്ഞ് അത് വെക്കാനുള്ള പുറപ്പാടില്ല. ഇച്ചിരി വെളുത്തുള്ളിയും ജീരകം, പച്ചമുളക്, കറിവേപ്പില, പിന്നെ തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് തോരൻ വെക്കാനായിട്ട് എടുക്കുന്നത്. ഞങ്ങളിവിടെ ഇത്രയും എടുക്കുന്നത്. പക്ഷേ എല്ലാവരും തോരൻ വെക്കാൻ വേണ്ടി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരയ്ക്കാറുണ്ട്. പക്ഷേ ഞാനിത് അങ്ങനെ അരയ്ക്കാറില്ല. ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് ഞെവിടി എടുക്കത്തതേ ഉള്ളൂ. അങ്ങനെ തോരൻ വെക്കുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ ആണെന്ന് വെച്ചാൽ വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടെ കടുക് വറുക്കുമ്പം ഞാൻ എണ്ണയിലിട്ട് മൂപ്പിച്ചിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് ചീര വാട്ടിയെടുക്കത്തേ ഉള്ളൂ. അങ്ങനെ എൻ്റെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോപ്രായം കാണിപ്പോൾ ഉണ്ടല്ലോ, അതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അതെ, ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച് കൊഞ്ച് ചമ്മന്തി അരയ്ക്കണമല്ലോ. അങ്ങനെ എനിക്ക് ഈ ഉണക്കക്കൊഞ്ച് മേടിച്ചാലും എനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നൊരു പരിപാടിയുണ്ട്. ഞാൻ ആ ഉണക്കക്കൊഞ്ചെന്നല്ല, ഏത് ഉണക്കമീൻ മേടിച്ചാലും നമ്മൾ വീട്ടിലൊന്ന് കൊണ്ടുവന്ന് ഒന്ന് കഴുകിയിട്ട് അതൊന്നും കൂടെ ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുത്ത് പിന്നെ അതിന് വേണ്ടിയുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ തേങ്ങ, ചുമന്നുള്ളി, പച്ചമുളക്, മുളക് പൊടി, പുളി, ഇച്ചിരി കറിവേപ്പില, പിന്നെ ഉണക്കക്കൊഞ്ചും, ഇതെല്ലാം കൂടെ ഒന്നെടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് മിക്സിയിലിട്ട് ഒന്നുകൂടെ അടിച്ച് നല്ലതായിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കി ഞാനെടുത്ത്. അപ്പം എന്നിട്ട് അതിൻ്റെ കൂടെ ഇച്ചിരി മുട്ടയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ട പൊരിച്ച് ഞാൻ മാറ്റി വെച്ചു. ഇത് മൂന്നും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇന്നത്തെ ഫുഡ്. അപ്പം എൻ്റെ ഇന്നത്തെ ആഹാരം ഇതൊക്കെയാണ്. നിങ്ങൾ ഇത് നോക്കി ഇരുന്ന് വിശപ്പടക്കാതെ വല്ലതും പോയി കഴിക്കാൻ നോക്കാം. അപ്പം ശരി കൂട്ടുകാരെ.